അവിടെ എത്തിയിട്ടുണ്ടാവും. ഞാൻ കൊണ്ട് 2 വാക്കുകളോട് കൊണ്ടുവച്ചിട്ട് എല്ലാവരും വരാൻ പറഞ്ഞ അത് മറന്നുപോയി. വിദ്യാർത്ഥികളുള്ളത് മറന്നുപോയി. അതുകൊണ്ട് ഞാനും വേണ്ട 2 വാക്ക് പറഞ്ഞു കൊടുക്കാൻ എയർപോർട്ടിൽ പോകുന്നു. വലിയ വിശാലമായ പള്ളി ഭാഗ്യം മൈക്ക് കൊടുക്കാൻ കഴിയും. ആരൊക്കെ ഉണ്ടോ എല്ലാവരെയും നല്ലവരാക്കി ബഹുമാനപ്പെട്ട ശരീരമൃഗങ്ങൾക്ക് അങ്ങോട്ട് പോകാനുണ്ട്. എനിക്ക് ഇന്നലെ കൊടുത്തിൽപ്പെട്ട് തിരക്കല്ല എൻ്റെ ഇടയിൽ അവർക്കാണ് അവതരിക്കുന്നുണ്ട്. അവർ കണ്ണൂരിൽ ഇന്നൊക്കെ വരപ്പെടില്ല. അപ്പം അതിനേക്കാൾ ഞാൻ എന്തിനാ മുൻപിച്ചതാണ്. കണ്ടപ്പോഴും പറഞ്ഞില്ല. നാട്ടുകാരോട് പറയാനുള്ളത് ഇതൊരു ഉൾനാടാണ്. എവിടെയാണെങ്കിലും നിസ്കാരം അല്ലാഹു തആല നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഇബാദത്താണ്. ഇപ്പോൾ മെഹറാജിൻ്റെ സമയത്താണ് നമ്മളിപ്പോൾ പള്ളി ഉദ്ഘാടനം ചെയ്യുന്നത്. മെഹറാജ് കഴിഞ്ഞ 1 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അല്ലാഹു തആല 1.25 ലക്ഷം അംബിയ മുർസലീങ്ങളെ ഒരുമിച്ച് കൂട്ടി ബൈത്തുൽ മഖ്ദിസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. അതിൻ്റെ പിന്നിൽ 1.25 ലക്ഷം അംബിയാക്കളും മഅ്മൂമുകളായി നിസ്കരിച്ചു. അങ്ങനെ അവിടെ നിന്ന് യാത്രയാക്കി പള്ളി ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വാ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി റിജാലൻ യഹിബ്ബൂന അൻ യതطهറൂ വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. മദീന മുനവ്വറയിൽ മക്ക മുശ്രിക്കീങ്ങളുടെ സഹായത്തോടു കൂടി ഒരു കെട്ടിടമുണ്ടാക്കി. എന്നിട്ട് റസൂലുള്ളാഹിനെ ചതിക്കാൻ നോക്കി. ഞങ്ങൾ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൽ ഉദ്ഘാടനത്തിനൊന്ന് വരണമെന്ന് തങ്ങളോട് പറഞ്ഞ. അങ്ങനെ റസൂലുള്ളാഹി പറഞ്ഞു അള്ളാഹുവിൻ്റെ കൽപ്പന പോലെ ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെ ഏറ്റതുമില്ല തള്ളിയതുമില്ല. അങ്ങനെ അപ്പോഴാണ് ആയത്തിറങ്ങുന്നത് ലാ തഖും ഫീഹി അബദ. അവരുടെ പള്ളിയിൽ തങ്ങൾ കാലെടുത്ത് വെച്ച് പോകുമ്പോഴില്ല. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വാ, തഖ്വയ്ക്ക് വേണ്ടി തറയിടപ്പെട്ട പള്ളി അഹഖു അൻ തഖൂമ ഫീഹി, അതാണ് തങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റിയ പള്ളി. ഫീഹി റിജാലുൻ,
ആ പള്ളിയിൽ പുരുഷന്മാർ മാത്രമാണ് ഉള്ളത്. യുഹിബ്ബൂനയ്യതഹറു, അവർ ശുദ്ധീകരണത്തെ ഇഷ്ടപ്പെടുന്നവരാണ്. പള്ളിയിൽ തഹാറത്തിനെ ഇഷ്ടപ്പെടുന്നവരാണ്. വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ, ശുദ്ധിയുള്ളവരെ അല്ലാഹു തആല പ്രിയം വെക്കും. ഈ ആയത്തിറങ്ങി ഇന്ന റസൂലുള്ള പോയതുമില്ല. അള്ളാഹുവിൻ്റെ കൽപ്പനയില്ലാതെ പോകാൻ പാടില്ലല്ലോ. ലാ തഖും ഫീഹി അബദ എന്ന് അള്ളാഹു പറഞ്ഞു. ഒരിക്കലും അതിൽ കാലെടുത്ത് വെച്ചാൻ പാടില്ല, അനങ്ങാൻ പാടില്ല. അത് വല്ലദീന തഖദൂ മസ്ജിദൻ ദിറാറൻ എന്ന് പറഞ്ഞിട്ട് വേറെ അതിൻ്റെ മുമ്പിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കെട്ടിടമാണ്. ആ കെട്ടിടത്തിൽ ഒരിക്കലും പോകാൻ പാടില്ല. ശുദ്ധീകരണത്തെ ഇഷ്ടപ്പെടുന്ന പള്ളികളിലാണ്. ആ പള്ളി മസ്ജിദുൻ നബവിയാണ്. അവിടെ നിസ്കരിച്ചാൽ മതി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു. ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാഹിറും ബാത്തിനും ശുദ്ധിയാവണം. ലാഹിർ വസ്ത്രം, നിസ്കരിക്കുന്ന സ്ഥലം, ശരീരം, ഇതെല്ലാം ശുദ്ധിയാവണം. അത് ജനാബത്തിന് തൊട്ട് ശുദ്ധിയാവണം, ഒന്നു എടുത്ത് ശുദ്ധിയാവണം, നജസിനെ തൊട്ട് ശുദ്ധിയാവണം. ഇതൊക്കെ ലാഹിറിൻ്റെ ശുദ്ധിയാണ്. ബാത്തിൻ്റെ ശുദ്ധി ഹസദ്, കിബ്ർ, ഉജ്ബ്, സുംഅത്ത്, റിയാഅ്, ഇങ്ങനത്തെ ബിദ്അത്ത് ഞാനാണ് വലിയവൻ എന്ന ധാരണ മറ്റൊരാളെ ഇടിച്ചു താഴ്ത്തുന്ന, അയാൾ അങ്ങനത്തെ ആളാണ്, ഇയാൾ ഇങ്ങനത്തെ ആളാണ്, ഞാൻ ആണ് വലിയവൻ എന്ന് പറയുന്ന ഈ തക്കബ്ബുർ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അതുപോലെ സുംഅത്ത്, റിയാഅ്, ലോകമാന്യത്തിന് വേണ്ടി അമൽ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഖൽബ് എപ്പോഴും ഈമാൻ കൊണ്ട് പ്രകാശിച്ച് ഖൽബ് ശുദ്ധിയായി നിൽക്കണം. അപ്പോൾ മാത്രമേ നാം ചെയ്യുന്ന ഏത് അമലുകൾക്കും പ്രയോജനമുണ്ടാവുകയുള്ളൂ. ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു തൻ്റെ ഹിക്മയിൽ പറഞ്ഞു, അൽ അമാലു സുവറുൻ ഖായിമത്തുൻ, നാം ചെയ്യുന്ന എല്ലാ അമലുകളും വെറും പ്രതിമകൾ മാത്രമാണ്. പ്രതിമകളെ ആരും പേടിക്കൂല. വലിയ പ്രതിമ ഉണ്ടാക്കി അങ്ങാടിയിൽ വെച്ചാലും അതിൻ്റെ തലയിൽ വന്നിട്ട് കാക്കയും മറ്റ് പക്ഷികളും വന്നിട്ട് ഇരിക്കും. അതേസമയത്ത് അതിൻ്റെ ചുവട്ടിൽ ഒരു 4 വയസ്സായ 5 വയസ്സായ ഒരു കുട്ടി അവിടെ പോയി ഇരുന്നാൽ ആ കുട്ടിൻ്റെ തലയിൽ പക്ഷി വന്ന് ഇരിക്കുകയില്ല. എന്തുകൊണ്ടാണ്? ആ കുട്ടിക്ക് റൂഹുള്ളത്. അതുപോലെ നമ്മുടെ അമലുകൾ മുഴുവനും ഒരു രൂപം മാത്രമാണ്. അർവാഹുഹാ വജൂദു സിർറിൽ ഇഖ്ലാസ്, അതിൻ്റെ റൂഹ് ഇഖ്ലാസ് എന്ന് പറയുന്ന ഈ ആത്മാവ് ഉണ്ടാവലാണ്. നാം 10 പൈസ കൊടുത്താൽ ആ കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് എന്ന് നമ്മൾ കരുതണം. അതുകൊണ്ട് എല്ലാ ആളുകളും ജമാഅത്തായി തന്നെ ഇവിടെ വന്ന് നിസ്കരിക്കണം. പുരുഷന്മാരെല്ലാവരും ആ നിസ്കാരത്തിൽ ഇഖ്ലാസ് നമുക്ക് പൂർണ്ണമായി വേണം. നിസ്കാരം എന്ന് പറയുന്നത് വസ്ലത്തും ബൈനൽ അബ്ദി വബൈന റബ്ബിഹി, അടിമനെ അവൻ്റെ റബ്ബുമായി അടുപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നിസ്കാരം. ആ നിസ്കാരത്തിൽ വിട്ടുവീഴ്ചയില്ല. എല്ലാ ആളുകളും, പുരുഷനും സ്ത്രീയും, ചെറിയവരും വലിയവരും എല്ലാവരും നിസ്കരിക്കണം. തമ്മീസ് മുതൽ
ഉള്ള കുട്ടികളോട് കൊണ്ട് നിസ്കരിപ്പിക്കണം. പ്രായപൂർത്തിയെത്തിയാൽ അത് ഉജൂബായി കഴിഞ്ഞു. അങ്ങനെ ആ നിസ്കാരം ഒരിക്കലും ഉപേക്ഷിക്കാതെ, ജുമുഅ ഉപേക്ഷിക്കാതെ എല്ലാ ആളുകളും പള്ളിയിൽ തന്നെ വന്ന് കഴിവിൻ്റെ പരമാവധി നിസ്കരിക്കണം എന്ന് നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തി. ഞാനിങ്ങനെ ഒരു കുടുക്കപ്പെട്ടു പോയതുകൊണ്ട് സമ്മർദ്ദം വെച്ച് പോവാണ്. ഞാൻ പെട്ടെന്ന് 2 വാക്ക് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരനായ ഉസ്താദ് അവറുകൾ, മറ്റു നേതാക്കൾ, സഹോദരന്മാർ, ആദരണീയരായ ഉസ്താദിൻ്റെ സാന്നിധ്യത്തിൽ ഇവിടെ വന്ന് നമ്മുടെ പള്ളിയുടെ മഹത്തായ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു കഴിഞ്ഞു. ഉസ്താദ് അവറുകൾ അർത്ഥവത്തായ കാര്യങ്ങൾ ഇവിടെ നമുക്ക് മുമ്പിൽ പറഞ്ഞു തന്നു. പരിശുദ്ധ റജബ് മാസം, അതിൻ്റെ അല്ലാഹു ബാരിക്കന ഫി റജബിൻ വ ശഅബാൻ വ ബല്ലിഗനാ റമളാൻ, അതിൻ്റെ കാര്യങ്ങളാണ് ഉസ്താദ് അവറുകൾ ഇവിടെ സൂചിപ്പിച്ചു തന്നത്. ആ നമസ്കാരത്തിൽ നോമ്പിലേക്കും അതിൻ്റെ പുണ്യകരമായ നമസ്കാര കാര്യങ്ങളിലേക്കും അവിടെ നമ്മളെ ഓർമ്മിപ്പിച്ചു. അതെല്ലാം ഭംഗിയായി നിറവേറ്റി ജീവിതം ധന്യമാക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഇവിടെ ഇനി UK അലിഖാന്റെ അനുസ്മരണത്തിന് വേണ്ടി അവരുടെ മക്കള് മഹലിന് വേണ്ടി തന്ന ഒരു ആംബുലൻസ് ഉണ്ട്. ആംബുലൻസ് അതിൻ്റെ ചാവി ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ ഉസ്താദ് അവറുകളും ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങൾ അവറുകളും സാദിഖ് അലി ഷിഹാബ് തങ്ങൾ അവറുകളും കമ്മിറ്റിയെ ഏൽപ്പിക്കുകയാണ്. ഇരിക്കേ, എല്ലാവരും ഇരിക്കട്ടോ, ഇരിക്കേ. എവിടെ സെക്രട്ടറി? എവിടെ പ്രസിഡന്റ്? എവിടെ? കാണുമല്ലോ ഫോട്ടോ. വർഷത്തോളമായി നമ്മുടെ മഹലിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ മഹലിലെ ഖാദി ഉസ്താദിനെ ചേർന്ന് നമ്മളെ മഹലിനെ സംബന്ധിച്ചിടത്തോളം 40 വർഷമായി നമ്മളെ മഹലിനെ മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ ഖാദി ലത്തീഫ് ഉസ്താദിനെ ഉസ്താദ് അവറുകളും സയ്യിദ് തങ്ങൾ അവർക്ക് കൂടി നമുക്ക് വേണ്ടി ആദരിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബാക്കിയുള്ള പരിപാടികളൊക്കെ സ്റ്റേജിൽ നടക്കുന്നതുകൊണ്ട് എല്ലാവരും പുറത്തിറങ്ങി സ്റ്റേജിലേക്ക് ഇരിക്കണം.